ഹരേ കൃഷ്ണ, സുസ്വാഗതം. ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ്. നമ്മൾ ഇന്ന് ഒരു വളരെ വിശിഷ്ടമായ മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. മന്ത്രത്തെ എന്ന് പറയുമ്പോൾ കാന്താര സിനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇപ്പോൾ വാരാഹി ദേവിയെക്കുറിച്ച്, പന്തുരുളിയെക്കുറിച്ച് വളരെയധികം അറിയാനും അതിൽ വളരെ താല്പര്യമുള്ളൊരു കാലമാണ്. ശരിക്ക് വാരാഹി ദേവി എന്ന് പറയുന്നത് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്ന ലളിതാ പരമേശ്വരിയുടെ, രാജരാജേശ്വരിയുടെ സർവ്വസൈന്യാധിപ, അതായത് സൈന്യത്തെ നയിക്കുന്ന സൈന്യാധിപയാണ് വാരാഹി. അതായത് മന്ത്രണ്യംബ എന്നാണ് അതിൽ പറയുന്നത്. മന്ത്രണ്യംബ സ്വരൂപിണി എന്ന് പറയുന്നത് വാരാഹിയാണ്. ദേവിയാണ് ലക്ഷക്കണക്കിന് വരുന്ന പരാശക്തിയുടെ, അതായത് അസുരന്മാർക്കെതിരെ യുദ്ധം നയിക്കുമ്പോൾ ആ പടയെ നയിക്കുന്നത്. അതായത് ശത്രു സംഹാരിണിയും ഭക്തരക്ഷകയുമാണ് ദേവി. അതായത് പരാശക്തിയുടെ ഏറ്റവും വലിയ രക്ഷിക്കുന്ന ഭാവമാണ് ദേവി. എന്നാൽ രക്ഷിക്കുന്ന ഭാവത്തോടൊപ്പം തന്നെ അമ്മയ്ക്ക് നമുക്ക് സമ്പത്ത്, ഭൂമി, ധനം, ഐശ്വര്യം ഇതെല്ലാം തരാനുള്ള അനുഗ്രഹമുണ്ട്. കേരളത്തിൽ അപൂർവമായിട്ട് കുറേ വാരാഹി ക്ഷേത്രങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് പഞ്ചമി ദേവി ക്ഷേത്രമുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പഞ്ചിയമ്മ ക്ഷേത്രമുണ്ട്. അതുപോലെ കോഴിക്കോട് നമ്മൾ താമരശ്ശേരിയിലേക്ക് പോകുന്നിടത്തൊരു വാരാഹി ക്ഷേത്രമുണ്ട്. കേരളത്തിലെ അപൂർവം ചില വാരാഹി ക്ഷേത്രങ്ങളിൽ പോയി തൊഴാനുള്ളൊരു ഭാഗ്യം അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. വാരാഹി ഉപാസകനായൊരു വളരെ വിശിഷ്ടനായ ഏരൂർ ചന്ദ്രസ്വാമി എന്ന് പറഞ്ഞൊരു ഗുരുനാഥൻ തന്നെ എനിക്കുണ്ട്. അദ്ദേഹം വളരെ മഹാമാന്ത്രികനാണ് കേരളത്തിലെ. അദ്ദേഹം വാരാഹി കൽപ്പം തന്നെയുണ്ട്. അതായത് വാരാഹി ദേവിയുടെ തന്നെ കൽപ്പത്തിനകത്ത് 8 വിധത്തിൽ അഷ്ടവിധ മന്ത്രസിദ്ധികൾ പറയുന്ന മന്ത്രങ്ങൾ, അതിൻ്റെ വിധികളുണ്ട്. അതായത് വശ്യം, മാരണം, ആകർഷണം, സ്തംഭനം, മോഹനം, ഉച്ചാടനം, ഇങ്ങനെ പറഞ്ഞ് 8 വിധത്തിലുണ്ട്. ആ ദേവിയുടെ തന്നെ 8 വിധത്തിലുള്ള ഭാവങ്ങളിലുള്ള ഇതുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് നമ്മളെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണെന്നേ ഉള്ളൂ. അതൊക്കെ വളരെ നമുക്ക് മന്ത്ര ഉപാസകരും അത് ശ്രദ്ധിച്ചു പോകുന്നവർക്കുമാണ്. വാരാഹി ദേവിയെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായിട്ട് പിന്നീടൊരു വീഡിയോ ചെയ്യാം. ഞാൻ ഇന്ന് വാരാഹി ദേവിയുടെ, നമുക്ക് എല്ലാവർക്കും ആവശ്യം ധനമാണ്. ധനം വരാനും നിലനിൽക്കാനും അമ്മ സഹായിക്കുന്നൊരു മന്ത്രം, അതെല്ലാവർക്കും ആവശ്യമാണല്ലേ. അത് വളരെ സിമ്പിളായ മന്ത്രമാണ്. ഇത് ഞാൻ ആദ്യം തന്നെ വലിച്ചു നീട്ടാൻ മന്ത്രത്തിലേക്ക് പോവുകയാണ്. ഓം ക്ലീം വരാഹമുഖി, ഓം ഹ്രീം സിദ്ധിസ്വരൂപിണി, ഓം ശ്രീം ധനവശങ്കരി, ഓം ധനം വർഷയ വർഷയ സ്വാഹ. ഇതാണ് വാരാഹി ധന ആകർഷണ മന്ത്രം. വാരാഹി ആകർഷണ മന്ത്രത്തിനുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ എപ്പോഴും ജപിച്ച് തുടങ്ങുന്നത് ദേവിക്ക് പഞ്ചമി ദിവസമാണ് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് പഞ്ചമി ദിവസത്തിലോ അതല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ വാരാഹി ദേവിയുടെ തന്നെ വരാഹി പഞ്ചമി വരുന്നുണ്ട്. ആ ദിവസമോ വെള്ളിയാഴ്ചകളിലോ, പഞ്ചമി ദിവസം എന്ന് പറയുന്നത് പഞ്ചമി തിഥിയാണ് കേട്ടോ. നമ്മൾ പ്രഥമ ദ്വിതീയ അങ്ങനെ കലണ്ടറിൽ തിഥി കൊടുത്തിട്ടുണ്ട്. പഞ്ചമി തിഥിക്ക് ആ ഒരു ദിവസത്തിൽ എപ്പോഴും അമ്മയുടെ മന്ത്രങ്ങൾ ജപിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് സന്ധ്യയ്ക്ക് ശേഷമാണ്. കാരണം രജോ ഗുണ പ്രധാനയായ ദേവിമാരെപ്പോഴും നമുക്ക് അനുഗ്രഹം തരുന്നത്, അതായത് വാരാഹി ദേവി, മഹാകാളി, അങ്ങനെയുള്ള ദേവിമാർ നമ്മളെ അനുഗ്രഹിക്കുന്നത് സന്ധ്യയ്ക്ക് ശേഷമാണ്. അതായത് ശാക്തേയ ദേവതമാരെന്ന് പറയും. അപ്പോൾ 6 മണിക്ക് ശേഷം ജപിക്കുന്നതാണ് നല്ലത്. 6 മണിക്ക് ശേഷം അങ്ങോട്ട് നമുക്ക് രാത്രി 12 മണി വരെ വേണമെങ്കിൽ ഏത് സമയം വേണമെങ്കിൽ എടുക്കാം. ഏത് മന്ത്രവും മിനിമം 9 ഗുണിതങ്ങൾ, അതായത് 36, 54, 108 അങ്ങനെ. പിന്നെ പ്രത്യേകിച്ച് വലിയ ചിട്ടയൊന്നും വേണ്ട. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ശുദ്ധവൃത്തി പാലിക്കുക. വെജിറ്റേറിയൻ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല വാരാഹി ദേവിക്ക്. കാരണം രജോ ഗുണ പ്രധാനയാണ്. അമ്മയ്ക്ക് മത്സ്യമാംസ, മധുവൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ ധനത്തിന് വേണ്ടി ജപിക്കുന്ന സമയത്ത് കഴിയുന്നത്ര ആർക്കും അനിഷ്ടം വരാൻ വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ധാർമ്മികവും സത്യസന്ധവുമായ മാർഗത്തിൽ നമ്മുടെ കടവും ദുരിതവും തീർന്ന് ആവശ്യത്തിന് ധനം വരാനും നമ്മളെ അത് നിലനിർത്താനും വാരാഹി അമ്മ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് നമുക്ക് തീർച്ചയായിട്ടും
നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും മിക്കവാറുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിലെല്ലാം സപ്തമാതൃക്കൾ ഉണ്ട്. അപ്പോൾ അതിൽ കൗമാരി, വാരാഹി അങ്ങനെ പറയുന്നതിൽ വാരാഹി ദേവിക്കുടെ സ്ഥാനമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അടുത്തൊന്നും ഒരു വരാഹി ക്ഷേത്രം ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി നിന്ന് ദേവിയുടെ മുമ്പ് വാരാഹി മന്ത്രം ജപിച്ചാലും അവിടെ അമ്മയുടെ വാരാഹി അവസ്ഥയിലുള്ള ഒരു അനുഗ്രഹം അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അമ്മയുടെ ഒരു സാന്നിധ്യം അവിടെയുണ്ട്. നിങ്ങളെ വാരാഹി ദേവി അനുഗ്രഹിക്കും. തീർച്ചയായിട്ടും ഈ മന്ത്രം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. മാത്രമല്ല ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. കാരണം നമുക്ക് കിട്ടുന്നൊരറിവ് മറ്റൊരാളിന് കൊടുക്കുമ്പോൾ പ്രകൃതിയുടെ ഒരു നിയമം അതാണ്. നമ്മൾ ഒരു ബോൾ എറിഞ്ഞാൽ അത് തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളിന് കൊടുക്കുമ്പോൾ അതൊരു പോസിറ്റീവായ ഒരു അനുഗ്രഹമാണ് ഒരാളിന് കൊടുക്കുന്നത്. തിരിച്ച് നമുക്ക് പോസിറ്റീവായിട്ട് നല്ല ഗുണങ്ങൾ നമ്മളിലേക്ക് വരും. എപ്പോഴും അന്നവും വിദ്യയും മറ്റുള്ളവർക്ക് ദാനം ചെയ്താൽ അത് വർദ്ധിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് അന്നം കൊടുക്കാം, അതുപോലെ തന്നെ വിദ്യ നമ്മളാൽ കഴിയുന്ന. അപ്പോൾ ഇതൊരു അറിവാണ്. ഈ അറിവ് നിങ്ങൾ 10 പേർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ഈ അറിവ് കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും പ്രകൃതി നിങ്ങളെ തിരിച്ച് അതുപോലെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുകയും അമ്മയുടെ അനുഗ്രഹം എല്ലാവരിലും എത്തിക്കുക. അമ്മയ്ക്ക് എന്നും നിങ്ങളോട്, അതായത് നമ്മുടെ മാതൃസ്വരൂപിണിയായ അമ്മയ്ക്ക് എന്നും നിങ്ങളോട് സ്നേഹവും വാത്സല്യവും ഉണ്ടാവട്ടെ. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളുണ്ടാവും. നിങ്ങൾ തരുന്ന സബ്സ്ക്രിപ്ഷനും ലൈക്കിനും എന്നും നന്ദിയുണ്ട്. ഹരേ കൃഷ്ണ. നന്നായി വരട്ടെ.